ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. CSEB സിലബസ് പ്രകാരം അക്കൗണ്ടൻസിയിൽ മോഡ്യൂൾ 3 ഉൾപ്പെട്ടിരിക്കുന്നത് ജേണൽ, ലെഡ്ജർ, സബ്സിഡിയറി ബുക്സ്, ട്രയൽ ബാലൻസ്, എറേഴ്സ് ആൻഡ് ഇറ്റ്സ് റെക്ടിഫിക്കേഷൻ. ഇത്രയും ടോപ്പിക്കുകളാണ്. ഈ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിതിന് മുമ്പ് കോർപ്പറേഷനിലെയും ബാങ്കിങ്ങിലെയും ആദ്യത്തെ 3 മോഡ്യൂളിൽ നിന്നും അതുപോലെ അക്കൗണ്ടൻസിയിലെ രണ്ടാമത്തെ മോഡ്യൂളിൽ നിന്നുമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ഈസ് കോൾഡ് ഓപ്ഷൻ എ ജേണൽ എൻട്രി, ഓപ്ഷൻ ബി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഓപ്ഷൻ സി ലെഡ്ജർ, ഓപ്ഷൻ ഡി സബ്സിഡിയറി ബുക്ക്, ഓപ്ഷൻ ഇ നൺ ഓഫ് ദ എബവ്. ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രീനെ ഇതിൽ എന്താ പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ജേണൽ എൻട്രി. ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി അഥവാ ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി എന്ന് പറയുന്നത് ജേണലിനെയാണ്. ട്രാൻസാക്ഷൻസ് ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലായിരിക്കും. ഈ ജേണൽ എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിരിക്കുന്നത് ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. JOUR എന്ന് പറയുന്ന ജേർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് ഡേ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, പിന്നെ ജേണലിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന്, ആ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്ന ലെഡ്ജറിനെയാണ് നമ്മൾ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി എന്ന് പറയുന്നത്. ജേണലിൽ നിന്നും പിന്നീട് നമ്മൾ അക്കൗണ്ടുകൾ തിരിച്ച് എഴുതുന്നത് ഈ ലെഡ്ജറിലേക്കാണ്. ലെഡ്ജറിൽ ഓരോരോ അക്കൗണ്ടുകളായിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, അങ്ങനെയുള്ള രീതിയിൽ പല പല അക്കൗണ്ടുകളായിട്ടാണ് ലെഡ്ജറിലുള്ളത്. ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഉദ്ദേശിക്കുന്നത് ലെഡ്ജറിനെ തന്നെയാണ്. ലെഡ്ജറിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓരോ അക്കൗണ്ടുകളായിട്ട് കിടക്കുന്നത്. പിന്നെ ഇതിൽ കിടക്കുന്ന സബ്സിഡിയറി ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജേണലിൽ 2 ടൈപ്പ് ഉണ്ട്. അതിൽ ഒരെണ്ണം സ്പെഷ്യൽ ജേണൽ, പിന്നെ വേറൊരെണ്ണം ജനറൽ ജേണൽ അല്ലെങ്കിൽ ജേണൽ പ്രോപ്പർ എന്നും പറയാറുണ്ട്. ഈ സ്പെഷ്യൽ ജേണൽ എന്ന് പറയുന്നത് നമ്മൾ സിമിലർ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ, ആ ബുക്കിനെയാണ് സ്പെഷ്യൽ ജേണലുകൾ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഡേ ബുക്ക് എന്ന് പറയാറുണ്ട്. അതിന് തന്നെയാണ് സബ്സിഡിയറി ബുക്ക് എന്നും പറയുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ ഈ ക്യാഷ് ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക്, സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക്, അതുപോലെ ബിൽസ് റിസീവബിൾ ബുക്സ്, ബിൽസ് പേയബിൾ ബുക്ക്, അതെല്ലാം എന്താണ്, ഈ സ്പെഷ്യൽ ജേണലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നറേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ എ ജേണൽ, ഓപ്ഷൻ ബി ലെഡ്ജർ, ഓപ്ഷൻ സി ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ഡി P&L അക്കൗണ്ട്. നറേഷൻ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ജേണൽ. ജേണലിൽ നമ്മൾ ട്രാൻസാക്ഷൻ എഴുതി കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ എഴുതാറുണ്ട്. അതിനെയാണ് നമ്മൾ നറേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ ജേണൽ എഴുതുമ്പോൾ ഡേറ്റ്, അതുപോലെ തന്നെ പർട്ടിക്കുലേഴ്സ്, LF, പിന്നെ ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മളിതിൽ പർട്ടിക്കുലേഴ്സ് എഴുതുമ്പോൾ, ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തതാണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഇതിൻ്റെ താഴെയായിട്ട് നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ എഴുതും. ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് 5,000, അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നറേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എവറി എൻട്രി ഇൻ ദ ജേണൽ ഈസ് ഫോളോഡ് ബൈ എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ നേച്ചർ ഓഫ് ദ ട്രാൻസാക്ഷൻ നോൺ as ഓപ്ഷൻ എ ലെഡ്ജർ ഫോളിയോ, ഓപ്ഷൻ ബി ബാലൻസിങ്, ഓപ്ഷൻ സി നറേഷൻ, ഓപ്ഷൻ ഡി ഡീറ്റെയിലിംഗ്. അത് നേരത്തെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ നേരെ തിരിച്ച് ചോദിച്ചിരിക്കുന്നതാണ്. നേരത്തെ നമ്മുടെ അടുത്ത് ചോദിച്ചത് നറേഷൻ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചത്. അത് ജേണലുമായിട്ടാണ് ബന്ധപ്പെട്ടിരുന്നത്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ജേണലിൽ ഇതുപോലെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതാറുണ്ട്, അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, നറേഷൻ. രണ്ടും തിരിച്ചു മറിച്ചും ചോദിച്ചിരിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ബുക്സ് ഓഫ് സെക്കൻഡറി എൻട്രി. ഓപ്ഷൻ എ ജേണൽ, ഓപ്ഷൻ ബി ലെഡ്ജർ, ഓപ്ഷൻ സി ക്യാഷ് ബുക്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഇതിൽ ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ലെഡ്ജർ. ലെഡ്ജറിനെയാണ് നമ്മൾ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി അല്ലെങ്കിൽ ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ദ ട്രാൻസാക്ഷൻ ഫ്രം ദ ജേണൽ ഇൻ ടു അപ്രോപ്രിയേറ്റ് അക്കൗണ്ട്സ് ഇൻ ദ ലെഡ്ജർ. ഓപ്ഷൻ എ ക്രെഡിറ്റിംഗ്, ഓപ്ഷൻ ബി ഡെബിറ്റിംഗ്, ഓപ്ഷൻ സി ജേണൽ എൻട്രി,
ഓപ്ഷൻ ഡി പോസ്റ്റിംഗ്. അതായത് ജേണലിൽ നിന്നും ട്രാൻസാക്ഷൻസ് ലെഡ്ജറിലെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് പോസ്റ്റിംഗ്. നമ്മൾ ലെഡ്ജറിൽ ഒരു ട്രാൻസാക്ഷൻ എഴുതുന്നതിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ജേണലിലുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ ലെഡ്ജറിൽ ശരിയായിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് എടുത്ത് എഴുതുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ലെഡ്ജർ എന്ന് പറയുന്ന വേർഡ് ഒരു ഡച്ച് വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ലെഗ്ഗർ എന്ന് പറയുന്ന ഡച്ച് വേർഡിൽ നിന്നാണ്. ഇതിൻ്റെ മീനിങ് ലൈ എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫർ ഓഫ് എൻട്രീസ് ഫ്രം സബ്സിഡിയറി ബുക്സ് ടു ലെഡ്ജർ ഈസ് കോൾഡ്. ഓപ്ഷൻ എ ക്ലോസിംഗ് എൻട്രി, ഓപ്ഷൻ ബി പോസ്റ്റിംഗ്, ഓപ്ഷൻ സി അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി, ഓപ്ഷൻ ഡി ഓപ്പണിംഗ് എൻട്രി. ഇതും ആ ക്വസ്റ്റ്യൻ തന്നെയാണ്, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. സബ്സിഡിയറി ബുക്കിൽ നിന്നും എൻട്രീസ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് പോസ്റ്റിംഗ്. ഈ സബ്സിഡിയറി ബുക്ക് എന്ന് പറയുന്നത് ജേണൽ തന്നെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ജേണലിന് സ്പെഷ്യൽ ജേണൽ എന്നും ജനറൽ ജേണൽ അല്ലെങ്കിൽ ജേണൽ പ്രോപ്പർ എന്നും തിരിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ജേണൽ നമ്മൾ സബ്സിഡിയറി ബുക്ക് എന്നും പറയും. അടുത്ത ക്വസ്റ്റ്യൻ, സെയിൽസ് ലെഡ്ജർ കണ്ടെയ്ൻസ് അക്കൗണ്ട് ഓഫ്. ഓപ്ഷൻ എ ഡെപ്റ്റേഴ്സ്, ഓപ്ഷൻ ബി ക്രെഡിറ്റേഴ്സ്, ഓപ്ഷൻ സി സപ്ലയേഴ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. സെയിൽസ് ലെഡ്ജറിൽ ഏത് അക്കൗണ്ടുകളാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെയിൽസ് ലെഡ്ജറിൽ ഏതാണ്? ഓപ്ഷൻ എ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആണ് സെയിൽസ് ലെഡ്ജറിൽ ഉണ്ടായിരിക്കുന്നത്. സെയിൽസ്, ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ സെയിൽസ് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും, അവർ സെയിൽ ചെയ്തത്. അപ്പോൾ അതിലുണ്ടാവുക അവരുടെ കസ്റ്റമേഴ്സിൻ്റെ കാര്യങ്ങളായിരിക്കില്ല. അപ്പോൾ ഈ കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? സെയിൽസ് ലെഡ്ജറിൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും, അവരുടെ അക്കൗണ്ട് ആയിരിക്കും അതിലുണ്ടായിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പർച്ചേസ് ലെഡ്ജർ കണ്ടെയ്ൻസ് അക്കൗണ്ട് ഓഫ്. ഓപ്ഷൻ എ ഡെപ്റ്റേഴ്സ്, ഓപ്ഷൻ ബി ക്രെഡിറ്റേഴ്സ്, ഓപ്ഷൻ സി കസ്റ്റമേഴ്സ്, ഓപ്ഷൻ ഡി ടോട്ടൽ പർച്ചേസ്. പർച്ചേസ് ലെഡ്ജറിൽ അതിലുണ്ടായിരിക്കുക ആരുടെയാണ്? ഓപ്ഷൻ ബി ക്രെഡിറ്റേഴ്സിൻ്റെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മുടെ സപ്ലയേഴ്സ്. ഈ ക്രെഡിറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിലേക്ക് തരുന്ന ആളുകൾ, അപ്പോൾ അത് സപ്ലയേഴ്സ്. അപ്പോൾ സപ്ലയേഴ്സിൻ്റെ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ടാണ് പർച്ചേസ് ലെഡ്ജറിൽ ഉണ്ടായിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ജേണൽ, ഓപ്ഷൻ ബി റിയൽ, ഓപ്ഷൻ സി ലെഡ്ജർ, ഓപ്ഷൻ ഡി ബുക്സ്, ഓപ്ഷൻ ഇ നൺ ഓഫ് ദ എബവ്. ഇതിൽ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് ലെഡ്ജർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് യൂസ്ഡ് ആസ് എ ജേണൽ ആൻഡ് ലെഡ്ജർ. ഓപ്ഷൻ എ ഡേ ബുക്ക്, ഓപ്ഷൻ ബി ക്യാഷ് ബുക്ക്, ഓപ്ഷൻ സി പർച്ചേസ് ബുക്ക്, ഓപ്ഷൻ ഡി ജേണൽ പ്രോപ്പർ. ഇതിൽ ജേണലായിട്ടും ലെഡ്ജറായിട്ടും ഉള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്യാഷ് ബുക്കാണ്. ക്യാഷ് ബുക്കിന് നമ്മൾ ജേണലുമാണ്, അത് ലെഡ്ജറുമാണ്. ഈ ക്യാഷ് ബുക്കിലേക്ക് നമ്മൾ ട്രാൻസാക്ഷൻസ് ആദ്യം എഴുതുന്നത് കൊണ്ട് അതൊരു ജേണലാണെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റിലാണ് ഇതുള്ളത്, അത് കാരണം ഇതിനെ ലെഡ്ജറായിട്ടും കണക്കാക്കുന്നുണ്ട്. അതൊരു അക്കൗണ്ടിൻ്റെ ഫോർമാറ്റിലായിരിക്കും ഇത് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജേണൽ ആസ് വെൽ ആസ് എ ലെഡ്ജർ. അടുത്തത്, ക്യാഷ് ബുക്ക് ഈസ് പ്രിപ്പയർഡ് ജസ്റ്റ് ലൈക്ക് എ. ഓപ്ഷൻ എ ജേണൽ, ഓപ്ഷൻ ബി ലെഡ്ജർ, ഓപ്ഷൻ സി ജേണൽ ആൻഡ് ലെഡ്ജർ, ഓപ്ഷൻ ഡി ഓൾ ദ എബവ്. ക്യാഷ് ബുക്ക് ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് ലെഡ്ജർ. നമ്മളിപ്പോൾ പറഞ്ഞു ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ഒരു ജേണലും ആണ് ലെഡ്ജറും ആണ്. ആദ്യം നമ്മൾ ട്രാൻസാക്ഷൻസ് എഴുതുന്നത് കൊണ്ട് ഇതിനൊരു ജേണലായിട്ട് കണക്കാക്കാം. പിന്നെ ഇതെന്താണ്? ഇത് വരയ്ക്കുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിൻ്റെ ഫോർമാറ്റിലാണ്, അത് കാരണമാണ് ഇതിന് ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിൻ്റെ, അതായത് ലെഡ്ജറിൻ്റെ ഫോർമാറ്റിലാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാഷ് കോളം ഇൻ ക്യാഷ് ബുക്ക് ഓൾവേസ് ഷോസ്. ഓപ്ഷൻ എ ഡെബിറ്റ് ബാലൻസ്, ഓപ്ഷൻ ബി ക്രെഡിറ്റ് ബാലൻസ്, ഓപ്ഷൻ സി ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ്, ഓപ്ഷൻ ഡി നോട്ട് ബാലൻസ്ഡ്. ക്യാഷ് ബുക്കിലെ ക്യാഷ് കോളം എപ്പോഴും കാണിക്കുന്ന ബാലൻസ് ഏതായിരിക്കും?
ആൻസർ ഓപ്ഷൻ എ ആണ്. ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും എപ്പോഴും കാണിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ് വിൽ ബി എൻറ്റേർഡ് ഇൻ ദ. ഓപ്ഷൻ എ ക്യാഷ് ബുക്ക്, ഓപ്ഷൻ ബി ഡേ ബുക്ക്, ഓപ്ഷൻ സി സെയിൽസ് ബുക്ക്, ഓപ്ഷൻ ഡി പർച്ചേസ് ബുക്ക്, ഓപ്ഷൻ ഇ നൺ ഓഫ് ദ എബവ്. ഇതിൽ ഗുഡ്സ് ക്രെഡിറ്റിൽ സെല്ല് ചെയ്യുന്നു, അത് ഏത് ബുക്കിലായിരിക്കും എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, സെയിൽസ് ബുക്കിലായിരിക്കും എഴുതുന്നത്. ഓക്കെ, ഇതെല്ലാം സബ്സിഡിയറി ബുക്കുകളെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആദ്യം ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻ, ക്യാഷ് റെസിപ്റ്റുകളും അത് പേയ്മെൻറ്റുകളും എഴുതുന്നതായിരിക്കും ക്യാഷ് ബുക്കിൽ. അത് റവന്യൂ നേച്ചറിലുള്ളതും വരും, ക്യാപിറ്റൽ നേച്ചറിലുള്ളതും വരും. ഓക്കെ, അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ് അവിടെ നടക്കുന്നതെങ്കിൽ നമ്മൾ ക്യാഷ് ബുക്കിലായിരിക്കും എഴുതുന്നത്. പിന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്നതാണ്, അടുത്തത് ഈ പർച്ചേസ് ബുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ഒരു ട്രേഡ്, ഒരു ക്രെഡിറ്റ് പർച്ചേസ് നടക്കുകയാണ്, അതായത് ഗുഡ്സിൻ്റെ ആയിരിക്കും ട്രേഡ്, നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഗുഡ്സിൻ്റെ മാത്രം. അപ്പോൾ ഗുഡ്സ് നമ്മൾ ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാനുള്ളതാണ് ഈ പർച്ചേസ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ക്യാഷിനാണ് നമ്മളത് ക്രെഡിറ്റിനല്ല ക്യാഷിനാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മളത് എഴുതുന്നത് ക്യാഷ് ബുക്കിലായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എന്താണ്, ഗുഡ്സ് അല്ല, ഒരു നോൺ ട്രേഡിങ് ഐറ്റമാണ്, ബിസിനസ്സിൻ്റെ ആ ഒരു ഗുഡ്സ് അല്ലാതെ നോൺ ട്രേഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ഇതുപോലെ ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ അത് എഴുതുന്നത് ജനറൽ ജേണൽ അല്ലെങ്കിൽ ജേണൽ പ്രോപ്പറിലായിരിക്കും നമ്മളത് എഴുതുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഈ സെയിൽസ് ബുക്ക്. സെയിൽസ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ ക്രെഡിറ്റിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന ഗുഡ്സ് തന്നെ ആയിരിക്കണം കേട്ടോ. ഗുഡ്സ് ക്രെഡിറ്റിൽ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എഴുതുന്നതാണ് സെയിൽസ് ബുക്കിൽ. ഇനിയിപ്പോൾ നമ്മൾ ക്യാഷിനാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ അത് എഴുതുന്നത് ക്യാഷ് ബുക്കിലായിരുന്നിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളെന്താണ്, ഗുഡ്സ് അല്ല, ഒരു നോൺ ട്രേഡിങ് ഐറ്റമാണ് നമ്മളവിടെ സെല്ല് ചെയ്തതെങ്കിൽ അത് എഴുതുന്നത് ജനറൽ ജേണൽ അല്ലെങ്കിൽ ജേണൽ പ്രോപ്പറിലായിരിക്കും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഉള്ളതാണ് ഈ പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ബിസിനസ്സാണെന്ന് ഓർക്കുക, നമ്മൾ പർച്ചേസ് ചെയ്തു, ക്രെഡിറ്റിലാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ക്രെഡിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്നതാണ് കേട്ടോ. ക്യാഷ് പേയ്മെൻറ്റും അതുമാണെങ്കിൽ നമ്മളെപ്പോഴും ക്യാഷ് ബുക്കിൽ എഴുതുള്ളൂ, ബാക്കിയെല്ലാം ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ പർച്ചേസ് റിട്ടേണിൽ നമ്മൾ ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്ത ഒരു ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്ത ഗുഡ്സ് നമ്മൾ തിരിച്ച് റിട്ടേൺ ചെയ്യുകയാണ്, അതിൻ്റെ എഴുതുന്നതാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ ബുക്കിൽ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെയാണ് സെയിൽസ് റിട്ടേണിൽ നമ്മൾ ഇതുപോലെ തന്നെ ക്രെഡിറ്റിൽ സെയിൽ ചെയ്ത ഗുഡ്സ് അത് റിട്ടേൺ വരുന്നതിന് നമ്മൾ എഴുതുന്നതാണ് സെയിൽസ് റിട്ടേൺ ബുക്കിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ ബിൽസ് റിസീവബിൾ ബുക്ക് ഉണ്ട്, അതിൽ എല്ലാ ബിൽസ് റിസീവബിളും റെക്കോർഡ് ചെയ്യാനായിട്ട്. പിന്നെ ബിൽസ് പേയബിൾ ബുക്ക് ഉണ്ട്, എല്ലാ ബിൽസ് പേയബിളും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ സബ്സിഡിയറി ബുക്കിൽ, അതായത് നമ്മുടെ സ്പെഷ്യൽ ജേണലിൽ വരുന്നത്. ഇനിയുള്ളതാണ് നമ്മുടെ ജേണൽ പ്രോപ്പർ. ഇതിലൊന്നും വരാത്ത, ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞ ഈ സബ്സിഡിയറി ബുക്കുകളിൽ ഒന്നും വരാത്ത ട്രാൻസാക്ഷൻസ് നമ്മൾ എഴുതുന്നതാണ് ജേണൽ പ്രോപ്പറിൽ. അതായത് ഇപ്പോൾ ഒരു നമ്മുടെ ഓപ്പണിംഗ് എൻട്രീസ്, ക്ലോസിംഗ് എൻട്രീസ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, റെക്ടിഫയിങ് എൻട്രീസ്, ഇതെല്ലാം നമ്മൾ ജേണൽ പ്രോപ്പറിലാണ് എഴുതുന്നത്. അതല്ലാതെ ഇപ്പം നമ്മളൊരു ഫിക്സഡ് അസറ്റ് മേടിച്ചു, അത് പർച്ചേസ് ചെയ്ത് ക്രെഡിറ്റിലാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ നമുക്കത് ക്യാഷ് ബുക്കിൽ എഴുതാൻ പറ്റില്ല. പിന്നെ നമ്മളിപ്പോൾ പർച്ചേസ് ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിലും അതിലെന്താണ്, ഗുഡ്സ് ആണ് എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ മേടിച്ചിരിക്കുന്ന ഒരു ഫിക്സഡ് അസറ്റാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്, അപ്പോൾ നമുക്ക് പർച്ചേസ് ബുക്കിലും അത് എഴുതാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അത് എവിടെ എഴുതും, ജേണൽ പ്രോപ്പറിലാണ് അത് എഴുതുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പർച്ചേസ് റിട്ടേൺ ബുക്ക് ഈസ് എ. ഓപ്ഷൻ എ ഫൈനൽ ബുക്ക്, ഓപ്ഷൻ ബി ഡേ ബുക്ക്, ഓപ്ഷൻ സി സബ്സിഡിയറി ബുക്ക്, ഓപ്ഷൻ ഡി കൺസോളിഡേറ്റഡ് ബുക്ക്. ആൻസർ ഓപ്ഷൻ സി ആണ്, സബ്സിഡിയറി ബുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ പർച്ചേസ് ബുക്ക് ഓൾ ഡാഷ് പർച്ചേസസ് ഓഫ് ഗുഡ്സ് ആർ റെക്കോർഡഡ്. ഓപ്ഷൻ എ ഡയറക്റ്റ്, ഓപ്ഷൻ ബി ഇൻഡയറക്റ്റ്, ഓപ്ഷൻ സി ക്രെഡിറ്റ്, ഓപ്ഷൻ ഡി ക്യാഷ്. പർച്ചേസ് ബുക്കിൽ എങ്ങനെയുള്ള പർച്ചേസസ് ഓഫ് ഗുഡ്സ് ആണ് റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ആൻസർ ഓപ്ഷൻ സി ആണ് ക്രെഡിറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞു പർച്ചേസ് ബുക്കും സെയിൽസ് ബുക്കും പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും അങ്ങനെ എല്ലാത്തിലും നമ്മൾ എന്താ ക്രെഡിറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിലെല്ലാം എഴുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സെയിൽ ഓഫ് സ്ക്രാപ്പ് ഓൺ ക്രെഡിറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ. ഓപ്ഷൻ എ സെയിൽസ് ബുക്ക്, ഓപ്ഷൻ ബി പർച്ചേസ് ബുക്ക്, ഓപ്ഷൻ സി ക്യാഷ് ബുക്ക്, ഓപ്ഷൻ ഡി ജേണൽ പ്രോപ്പർ. സ്ക്രാപ്പ് സെയിൽ ചെയ്തു ക്രെഡിറ്റിൽ, അതെവിടെ റെക്കോർഡ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ജേണൽ പ്രോപ്പർ. ഇവിടെ നമ്മൾ സെയിൽ എന്ന് പറയുന്നത് ക്രെഡിറ്റിലാണ് ചെയ്തിരിക്കുന്നത്, അത് കാരണം നമുക്ക് ക്യാഷ് ബുക്കിൽ എഴുതാൻ പറ്റില്ല. പിന്നെ അതുപോലെ എന്താണ് സെയിൽസ് ബുക്ക് ആണെങ്കിൽ എന്താ അതിൽ നമ്മൾ ഗുഡ്സിൻ്റെ സെയിൽസ് മാത്രമാണ് എഴുതുള്ളൂ. അപ്പോൾ ഇത് സ്ക്രാപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അത് നോൺ ട്രേഡിംഗ് ഐറ്റം ആണ്. അപ്പോൾ അത് ഏത് വരും? ജേണൽ പ്രോപ്പറിൽ വരും. അടുത്ത ക്വസ്റ്റ്യൻ, ക്രെഡിറ്റ് സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ ഈസ് റെക്കോർഡഡ് ഇൻ ഡാഷ് ഡേ ബുക്ക്. ഓപ്ഷൻ എ പർച്ചേസ് ഡേ ബുക്ക്, ഓപ്ഷൻ ബി സെയിൽസ് ഡേ ബുക്ക്, ഓപ്ഷൻ സി ജേണൽ പ്രോപ്പർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ന്യൂസ് പേപ്പറിൻ്റെ ക്രെഡിറ്റ് സെയിൽ അതെവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് ജേണൽ പ്രോപ്പർ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, നമുക്കിവിടെ ക്യാഷ് സെയിൽ ആണെങ്കിൽ നമുക്ക് ക്യാഷ് ബുക്കിൽ എഴുതാൻ പറ്റും, പക്ഷേ ഇത് ക്രെഡിറ്റ് സെയിലാണ്. പിന്നെ സെയിൽ അക്കൗണ്ടിൽ എഴുതാൻ ഇത് ഗുഡ്സ് അല്ല, നോൺ ട്രേഡിംഗ് ഐറ്റമാണ്. അപ്പോൾ അതെവിടെ എഴുതും? ജേണൽ പ്രോപ്പറിൽ എഴുതും. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേഷനറി പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദ. ഓപ്ഷൻ എ പർച്ചേസ് ബുക്ക്, ഓപ്ഷൻ ബി ക്യാഷ് ബുക്ക്, ഓപ്ഷൻ സി ജേണൽ പ്രോപ്പർ, ഓപ്ഷൻ ഡി സ്റ്റേഷനറി അക്കൗണ്ട്. സ്റ്റേഷനറി ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്തു, അതെവിടെ എഴുതും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് ജേണൽ പ്രോപ്പർ. നമ്മൾ നേരത്തെ പറഞ്ഞതിന് ക്രെഡിറ്റ് ആണ്, സോ ക്യാഷ് ബുക്കിൽ എഴുതാൻ പറ്റില്ല. പിന്നെ സ്റ്റേഷനറി ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, ഗുഡ്സ് അല്ല, അത് കാരണം എന്താണ് പർച്ചേസ് ബുക്കിൽ എഴുതാൻ പറ്റില്ല. പിന്നെ അത് എവിടെ എഴുതും? ജേണൽ പ്രോപ്പറിലാണ് എഴുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ സോൾ ട്രേഡർ പർച്ചേസ്ഡ് എ മെഷീനറി ഫോർ ₹10,000 ഫ്രം ദാസ് ആൻഡ് കമ്പനി. ഇറ്റ് ഈസ് ടു ബി റെക്കോർഡഡ് ഇൻ ദ. ഓപ്ഷൻ എ പർച്ചേസ് ഡേ ബുക്ക്, ഓപ്ഷൻ ബി ക്യാഷ് ബുക്ക്, ഓപ്ഷൻ സി ജേണൽ പ്രോപ്പർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഒരു സോൾ ട്രേഡർ മെഷീനറി പർച്ചേസ് ചെയ്തിരിക്കുകയാണ്, അത് ₹10,000 ദാസ് ആൻഡ് കമ്പനി എന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതെവിടെ റെക്കോർഡ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് ജേണൽ പ്രോപ്പറിലാണ്. കാരണം ഇവിടെ സോൾ ട്രേഡർ മെഷീനറി പർച്ചേസ് ചെയ്തു, ഇത് ക്രെഡിറ്റിലാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ക്രെഡിറ്റ് ഇത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇങ്ങനെ നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് മേടിച്ചത് എന്നുള്ള പേര് നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്താണ് നമ്മൾ മേടിച്ചതെങ്കിൽ ഇങ്ങനെ ഒരു പേരുണ്ടായിരിക്കില്ല. പക്ഷെ ഇവിടെ അവരുടെ പേരുണ്ട്, അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് ക്രെഡിറ്റിലാണ് മേടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആരുടെ കയ്യിൽ നിന്നാണ് മേടിച്ചത് എന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു ക്രെഡിറ്റിൽ മേടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ എന്താണ് മെഷീനറി പർച്ചേസ് ചെയ്തത് ക്രെഡിറ്റിലാണ്. അപ്പോൾ നമ്മൾ നമുക്ക് എന്താണ് ക്യാഷ് അക്കൗണ്ടിൽ നമുക്ക് എഴുതാൻ പറ്റില്ല, ക്യാഷ് ബുക്കിൽ എഴുതാൻ പറ്റില്ല. പിന്നെ പർച്ചേസ് എന്ന് പറയുന്നത് ഇവിടെ പർച്ചേസ് ബുക്കിൽ എഴുതാൻ പറ്റില്ല, ഗുഡ്സ് അല്ല, നമ്മൾ മെഷീനറി ഒരു അസറ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അപ്പോൾ അതെവിടെ വരും? ജേണൽ പ്രോപ്പറിൽ വരും. അടുത്ത ക്വസ്റ്റ്യൻ, റെക്കോർഡ് ഓഫ് ട്രാൻസ്ഫേഴ്സ് ഫ്രം നോമിനൽ അക്കൗണ്ട് ടു P&L അക്കൗണ്ട്. ഓപ്ഷൻ എ ജേണൽ പ്രോപ്പർ, ഓപ്ഷൻ ബി ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി, ഓപ്ഷൻ സി ക്യാഷ് ബുക്ക്, ഓപ്ഷൻ ഡി സെയിൽസ് ബുക്ക്. ആൻസർ ഓപ്ഷൻ എ ആണ് ജേണൽ പ്രോപ്പർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ ഓഫ് സെയിൽസ് ഡേ ബുക്ക് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഡാഷ് ഇൻ ദ ജനറൽ ലെഡ്ജർ. ഓപ്ഷൻ എ കസ്റ്റമർ അക്കൗണ്ട്, ഓപ്ഷൻ ബി സെയിൽസ് അക്കൗണ്ട്, ഓപ്ഷൻ സി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. സെയിൽസ് ഡേ ബുക്കിൻ്റെ ടോട്ടൽ ജനറൽ ലെഡ്ജറിൽ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് സെയിൽസ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രയൽ ബാലൻസ് ഈസ് എ. ഓപ്ഷൻ എ ആൻ അക്കൗണ്ട്, ഓപ്ഷൻ ബി എ സ്റ്റേറ്റ്മെൻറ്റ്, ഓപ്ഷൻ സി സബ്സിഡിയറി ബുക്ക്, ഓപ്ഷൻ ഡി ലെഡ്ജർ. ട്രയൽ ബാലൻസ് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് സ്റ്റേറ്റ്മെൻറ്റ്. ട്രയൽ ബാലൻസ് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണ് തയ്യാറാക്കുന്നത്. അത് നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുമ്പോൾ മുകളിൽ ട്രയൽ ബാലൻസ് അസ് ഓൺ എന്ന് പറയുന്നത് നമ്മളൊരു ഡേറ്റ് ആണ് എഴുതുന്നത്. അത് കാരണം ഇതെന്താണ്? ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണ് അത് തയ്യാറാക്കുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ കറക്റ്റ്നെസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. ഓപ്ഷൻ എ ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ബി ഡേ ബുക്ക്, ഓപ്ഷൻ സി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി ട്രയൽ ബാലൻസ്. ബുക്ക് ഓഫ് അക്കൗണ്ട്സിൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ട്രയൽ ബാലൻസ്. ബുക്ക് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ലെഡ്ജറിൻ്റെ അക്യുറസി, അരിത്മെറ്റിക്കൽ അക്യുറസി എല്ലാം മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നതാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഓൾ ദ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ് ആർ ടേക്കൺ ആൻഡ് പ്ലേസ് the credit balances and the debit balance in a statement to show their arithmetical accuracy is termed as. Option A balance sheet, option B reconciliation statement, option C trial balance, option D P and L account. നേരത്തെ ചോദിച്ചിരിക്കുന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയാണിത്. എല്ലാ ലെഡ്ജർ അക്കൗണ്ടിൻ്റെയും ക്രെഡിറ്റ് ബാലൻസിൻ്റെയും ഡെബിറ്റ് ബാലൻസിൻ്റെയും എല്ലാം ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്, അത് അരിത്മെറ്റിക്കൽ അക്യുറസി അറിയാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ട്രയൽ ബാലൻസ്. ഇപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കാൻ നേരത്ത് അതിൽ പർട്ടിക്കുലേഴ്സ് എന്നുണ്ടായിരിക്കും, അതുപോലെ അതിൽ എന്താണ് ഡെബിറ്റും ക്രെഡിറ്റും അങ്ങനെ 2 കോളങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ലെഡ്ജർ അക്കൗണ്ടിൽ നിന്നുള്ള ഓരോ ഹെഡ് എടുത്തിട്ടാണ് നമ്മളിവിടെ പർട്ടിക്കുലേഴ്സിൽ എഴുതുന്നത്. ആ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും നമ്മളിവിടെ എഴുതുന്നു. ലാസ്റ്റ് നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ രണ്ടും ബാലൻസ് ആയിരിക്കും, രണ്ടും ഒരേ സെയിം എമൗണ്ട് വന്ന് കറക്റ്റ് ബാലൻസ് ആയിട്ട് നിൽക്കും. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ലെഡ്ജർ ശരിയാണെന്നാണ് ഈ ട്രയൽ ബാലൻസ് തയ്യാറാക്കുമ്പോൾ നമുക്ക് അങ്ങനെ ശരിയായിട്ട് വന്നാൽ 2 സൈഡും ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ട്രയൽ ബാലൻസ് നമ്മൾ ലെഡ്ജർ തയ്യാറാക്കിയിരിക്കുന്നത് ശരിയായിട്ടാണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എഗ്രിമെൻറ്റ്സ് ഓഫ് ഡാഷ് പ്രൊവൈഡ്സ് എ വെരി യൂസ്ഫുൾ ചെക്ക് ഓൺ ലെഡ്ജർ പോസ്റ്റിംഗ്. ഓപ്ഷൻ എ ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ബി ട്രയൽ ബാലൻസ്, ഓപ്ഷൻ സി ക്യാഷ് ഫ്ലോ, ഓപ്ഷൻ ഡി ഫണ്ട് ഫ്ലോ. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നേരത്തെ പറഞ്ഞത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ട്രയൽ ബാലൻസ്. ലെഡ്ജർ പോസ്റ്റിംഗ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളത് അതേതാണ്, ട്രയൽ ബാലൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ദർ ഈസ് എ ഡിസഗ്രിമെൻറ്റ് ഇൻ ദ ട്രയൽ ബാലൻസ് ദ ഡിഫറൻസ് മേ ബി ടെമ്പററിലി ക്രെഡിറ്റഡ് ഓർ ഡെബിറ്റഡ് ടു. ഓപ്ഷൻ എ ജേണൽ പ്രോപ്പർ, ഓപ്ഷൻ ബി ക്യാഷ് അക്കൗണ്ട്, ഓപ്ഷൻ സി സസ്പെൻസ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്, സസ്പെൻസ് അക്കൗണ്ട്. അതായത് നമ്മൾ നേരത്തെ ട്രയൽ ബാലൻസ് പറഞ്ഞല്ലോ, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിത് തയ്യാറാക്കി വരുമ്പോൾ 2 സൈഡും ഇപ്പോൾ ഈക്വൽ അല്ല, അതിൽ ഡിസഗ്രിമെൻ്റ് ഉണ്ട് എങ്കിൽ നമ്മളത് ഒരു ടെമ്പററി ആയിട്ട് ഒരു ക്രെഡിറ്റോ ഡെബിറ്റോ നമ്മളവിടെ എഴുതും. ആ അക്കൗണ്ടിനെയാണ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അത് ഈക്വൽ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നതാണ് സസ്പെൻസ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, എ ട്രയൽ ബാലൻസ് ലിസ്റ്റ് ദ ബാലൻസസ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ് ആൻഡ് ദ ഡാഷ് ബാലൻസ്. ഓപ്ഷൻ എ ക്യാഷ് ബുക്ക്, ഓപ്ഷൻ ബി ബാങ്ക് റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഓപ്ഷൻ സി കണ്ടിജൻറ്റ് ലയബിലിറ്റി അക്കൗണ്ട്, ഓപ്ഷൻ ഡി ഔട്ട്സ്റ്റാൻഡിങ്. ട്രയൽ ബാലൻസസിൽ ലെഡ്ജർ അക്കൗണ്ട് ട്രയൽ ബാലൻസിൽ നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഉണ്ടാവും, പിന്നെ എന്തിൻ്റെ ബാലൻസും കൂടിയാണ് ചേർക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ക്യാഷ് ബുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അപ്പിയർ ഇൻ ദ ട്രയൽ ബാലൻസ് ഈസ് എ. ഓപ്ഷൻ എ എക്സ്പെൻസ്, ഓപ്ഷൻ ബി ആൻറ്റിസിപ്പേറ്റഡ് ഇൻകം, ഓപ്ഷൻ സി ലയബിലിറ്റി, ഓപ്ഷൻ ഡി അസറ്റ്. ട്രയൽ ബാലൻസിൽ കാണിച്ചിരിക്കുന്ന പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ലയബിലിറ്റി ആണത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് 2 വീഡിയോ ആയിട്ട് ഇനി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്